الله وبركاته. الحمد لله وكفى والصلاة والسلام على سيدنا المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد. ആദരണീയരായ അധ്യക്ഷരെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, ലോകാനുഗ്രഹിക്കുന്ന പ്രവാചി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജന്മദിനത്തിൽ ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ അല്ലാഹു തആല എനിക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സ്നേഹം അത് ജീവിതത്തിന്റെ ഒരു വലിയ സൗഭാഗ്യമാണ്. സ്നേഹം അത് ഹൃദയത്തിന്റെ സംഗീതമാണ്. അത് വായിച്ചറിയാനോ കേൾപ്പിക്കാനോ ഉള്ളതല്ല, അത് അനുഭവിച്ചറിയേണ്ടതാണ്. ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ പ്രവാഹം അത് അവിടുത്തെ അനുയായികൾ മാത്രമല്ല അനുഭവിച്ചത്. ശത്രു മിത്ര ഭേദമന്യ സകല മനുഷ്യരും ആ സ്നേഹതീരത്തിന്റെ കുളിർ അനുഭവിച്ചവരാണ്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിശ്ചയം നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതൻ നൽകുന്നതായിരിക്കുന്നു. നിങ്ങളുടെ കാര്യത്തിന് അതീവ താല്പര്യം കാണിക്കുന്നവനും നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും സത്യവിശ്വാസികളോട് പരസ്പരം സ്നേഹം കാണിയുമുള്ളവരുമായ റസൂൽ. ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർത്ത് വായിക്കാൻ വേറൊരു നേതാവിനെ നമുക്ക് കാണാനാവില്ല. ശത്രുപക്ഷത്തെ പോലെ സ്നേഹിക്കുകയും അവരുടെ സന്മാർഗത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകൃതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെയാണ് പറയുന്നത്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: നാഥാ, എന്റെ സമുദായത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് മേൽനോട്ടക്കാരനായി നിയമിക്കപ്പെടുന്നവൻ അവരോട് മൃദുവായി പെരുമാറുന്നവനാവാൻ നീ അനുഗ്രഹിക്കണമേ. അവനോട് നീ മൃദുവായി പെരുമാറണമേ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുഞ്ഞുങ്ങളോടുണ്ടായ സ്നേഹം അവർണ്ണനീയമാണ്. കുഞ്ഞുങ്ങളുടെ തലയിൽ വാത്സല്യത്തോടെ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വാഹനത്തിൽ സവാരി ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് കുഞ്ഞുങ്ങളെ കണ്ടാൽ അവരെ വാത്സല്യത്തോടെ അടുത്തിച്ചാരത്തിലെത്തി അവർക്ക് സ്നേഹത്തോടെ ചുംബിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ അവരോട് കൂടെ കളിക്കാനും ഉണ്ടായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗത്രന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അധിക സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പമായിരുന്നു. അതിസങ്കീർണ പ്രശ്നങ്ങളിലും അതിമഹത്തായ ദൗത്യ നിർവഹണവുമായി സദാസമയം വ്യാപൃതമായിരിക്കുന്നതിനിടയിലാണ് നാം ഈ സ്നേഹം എന്ന കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുന്നത് അതുവഴി വന്ന അഖ്റ ഇബ്നു വാഫിഖ് തമീം കണ്ടു. അദ്ദേഹം അതിശയത്തോടെ ചോദിച്ചു: യാ നബിയേ, എനിക്ക് 10 മക്കളുണ്ട്. അവരിൽ നിന്ന് ഒരാളെയും ഇന്നേവരെ ഞാൻ ചുംബിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരമാണ് മറുപടി നൽകിയത്: കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കാത്തവർക്ക് അല്ലാഹു തആലയുടെ കരുണ ലഭിക്കുകയില്ല എന്നായിരുന്നു. എത്രയും പറഞ്ഞാൽ ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് അവസാനിക്കുകയില്ല. എന്നാലും ഞാൻ ആ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ മാതൃകയെ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ പ്രസംഗത്തിൽ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وخاتم النبيين. സഹൃദരായ സഹോദര സഹോദരിമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, മാനവ ലോകത്തെ മാന്യ സന്ദേശങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയ 1,25,000 വരുന്ന പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായ ലോകൈക പ്രവാചി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിലാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുദിനത്തിൽ ലോകത്തിന്റെ നാനാഭാഗത്തും നബിദിന കീർത്തനങ്ങളും മധു സദസ്സുകളും നടക്കുന്നുണ്ട്. അതെല്ലാം വീക്ഷിച്ചും ശ്രമിച്ചും മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖിനോടുള്ള പ്രിയം നമ്മളും പങ്കിടുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയതെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നാൽ ആരാണ് നബി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്താ?
എന്തായിരുന്നു എന്നെല്ലാം ഒരു അല്പം ചിന്തിക്കാനും അല്പം വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വർണ്ണിച്ചാലും ഉറച്ചു തീർക്കാൻ കഴിയാത്ത ഒരു ജീവിതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. മഹത്വമായ ജീവിതത്തിലൂടെ 40 വയസ്സുവരെ മക്കൾക്കാർക്കിടയിൽ സത്യസന്ധൻ അപ്രജ്ഞാപത്തിൽ അറിയുകയും 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിക്കുകയും ചെയ്യുക എന്നത് ഒരു സാധാരണക്കാരന് സാധ്യമല്ലാത്തതാണ്. നുബുവത്ത് എന്നതാണ് നബിത്വം. അത് ആരുടെങ്കിലും സാമീപ്യം കൊണ്ടോ ആരുടെങ്കിലും ഇബാദത്ത് കൊണ്ടോ ലഭിക്കുന്ന പദവിയല്ല. ആ പദവിക്ക് പ്രത്യേകതയുണ്ട്. അത് എളുപ്പത്തിൽ ലഭിക്കുന്ന പദവിയല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള അധികാരമാണ് നുബുവത്ത്. ആ നുബുവത്ത് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാത്തിരിക്കേണ്ടി വന്നത് 40 വർഷമാണ്. തനിക്ക് 40 വയസ്സായപ്പോൾ നുബുവത്ത് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തിച്ചു പോലുമില്ല. സംശുദ്ധമായ ജീവിതത്തിലൂടെ മനസ്സും ശരീരവും പാകപ്പെടുത്തിയ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആദ്യമായി വഹയുമായി വന്ന വചനയായിരുന്നു ഇഖ്റ. എന്താണ് ഇതെന്നറിയാത്ത ജിബ്രീൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയില്ല തന്നെയായിരുന്നു ഉത്തരം നൽകിയത്. അതിന് മറുപടി നൽകിയത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. ഇഖ്റ തൊട്ട് ഓതാൻ തുടങ്ങിയതോടെ പ്രവാചകന് ഭയം തോന്നുകയായി. ഇവിടെയാണ് നുബുവത്തിന്റെ തുടക്കം. അള്ളാഹുവിന്റെ സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് ഏറ്റുവാങ്ങി 23 വർഷം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ തന്നെ അവസാനിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാനിതാ നിങ്ങൾ 2 കാര്യം വിട്ടു പോകുന്നു. അതിൽ ഒന്ന് അള്ളാഹുവിന്റെ കലാമും മറ്റൊന്ന് എന്റെ ശരീരവുമാണ്. അവയെ നിങ്ങൾ മുറുകെ പിടിക്കുക, എന്നാൽ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അവയെ നിങ്ങൾ